കേരളത്തിലെ വിവിധ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പരിശോധന നടത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കോഫി വൈറ്റ് നിറത്തിലുള്ള കവറുകളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരം. കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് തീർച്ചയായും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും തന്നെയാണ്. കോട്ടയത്ത് ഒരു മാസം മുമ്പ് അഖിലിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇവർ പിടിച്ചത്. ഇത് കോട്ടയത്ത് മാത്രമല്ല, വയനാടിലും കോഴിക്കോടുമെല്ലാം തന്നെ സർവ്വവ്യാപകമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്യസംസ്ഥാനത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള മിഠായി പാക്കറ്റുകളിൽ, വിവിധ വർണ്ണത്തിലുള്ള കോഫി ബൈറ്റിന്റെ മിഠായി പാക്കറ്റുകളിൽ ഈ കഞ്ചാവ് വരുന്നത്. കുട്ടികൾ വളരെയധികം ജാഗ്രത പാലിക്കുക. എക്സൈസും അതുപോലെ തന്നെ പോലീസ് കൃത്യങ്ങളും എല്ലാം തന്നെ ഇതിനെതിരെ വളരെയധികം വേട്ട നടത്തുന്നത്. കുട്ടികളോട് വളരെയധികം ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളോടും സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അധികൃതരോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് കടകളിലുള്ള ആരെങ്കിലും ഒരു പുതിയ മിഠായി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മിഠായിയുടെ നിറം കറുത്ത് ഇരുണ്ട പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ നിങ്ങളുടെ സ്കൂൾ അധികൃതരെയോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളെയോ വിവരം അറിയിക്കേണ്ടതാണ്. അപ്പൊ ആ നിറത്തിൽ തന്നെയല്ല, നിങ്ങളുടെ സ്കൂളുകളിൽ കോളേജുകളിൽ ഏതെങ്കിലും കടയിലുള്ള ആളുകൾ പറയാം, ഇതാ മക്കളെ പുതിയ മിഠായി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിറമൊന്നും നിങ്ങൾ നോക്കണ്ട. ഏത് നിറത്തിലുള്ള മിഠായി ആണെങ്കിലും ഏത് പുതിയ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടനടി പോലീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അധികൃതരെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ ഈ വിവരം നിങ്ങൾ അറിയിക്കണം. ആദ്യം തന്നെ അത് മേടിച്ച് കഴിക്കുകയല്ല കേട്ടോ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കൂൾ പരിസരങ്ങളിൽ ആരെങ്കിലും ഫ്രീ ആയി തന്നാൽ പോലും അത് മേടിക്കരുത്. അപരിചിതരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിൽപ്പെട്ടുള്ള ആരെങ്കിലെയോ സുഹൃത്തുക്കളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിൽ നിന്നൊന്നും തന്നെ പുതിയതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ മേടിച്ചു കഴിക്കരുത്. കാരണം ആളുകളെല്ലാം തന്നെ മനസ്സാക്ഷി ഇല്ലാത്തവരായിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ ഏതെങ്കിലും മാർഗത്തിലൂടെ, ഹീന മാർഗത്തിലൂടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട്, യുവാക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവർക്ക് അതില് ദുർമാർഗമോ സന്മാർഗമോ എന്നൊന്നുമില്ല. ആളുകളുടെ മനസ്സ്, മനുഷ്യത്വമെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകം മുഴുവൻ തന്നെ. ആളുകൾ പണത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യും. സ്വന്തം കുഞ്ഞിന് വേണമെങ്കിൽ വിൽക്കും. നമ്മൾ ഈ അടുത്ത് കണ്ടു, കോട്ടയത്ത് വെറും 3 മാസമായിട്ടുള്ള ഒരു ആൺകുട്ടിയെ സ്വന്തം അച്ഛൻ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം ലൈംഗികമായിട്ടുള്ള തൃഷ്ണയുടെ ഭാഗമായിട്ട് സ്വന്തം കുഞ്ഞിനെ ഉപയോഗപ്പെടുത്തുന്ന അച്ഛന്മാരെ കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം സഹോദരനോട് പ്രണയം തോന്നിയിട്ട് ആ സഹോദരനിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞല്ല, അവരുടെ ഭർത്താവിലും ജനിച്ചിട്ടുള്ള കുഞ്ഞല്ല, അവര് നൊന്ത് പ്രസവിച്ചിട്ടുള്ള 2 വയസ്സുള്ള നന്ദന എന്ന് പറയുന്ന കുഞ്ഞിനെ മൗനാനുവാദം സ്വന്തം ബ്രദർ രാഹുലിന് കൊടുത്തിട്ടുള്ള നമ്മള് ശ്രീധുവിനെയും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓരോരുത്തരും മറക്കരുത്. കുട്ടികൾ വളരെയധികം ജാഗ്രത പാലിക്കുക. കാരണം നിങ്ങൾ ഒരു തവണ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വളരെ വലിയ ഒരു വിലയാണ് കൊടുക്കേണ്ടി വരിക.